വൈകുന്നേരം 5:30 മണി. ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതി. സൂര്യന്റെ സ്വർണ്ണ നിറമുള്ള വെളിച്ചം വലിയ മരത്തിന്റെ ഇലകളിലൂടെ പതിയുകയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് അരുൺ അത്തരമൊരു വലിയ വീട്ടിലേക്ക് കയറി വരുന്നത്. വെളുത്ത ചുവരുകൾ, പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടം, ക്രമമായി പാർക്ക് ചെയ്ത സർക്കാർ വാഹനങ്ങൾ, എല്ലാം അവന് പുതിയ ലോകം പോലെ തോന്നി. ഗേറ്റിൽ നിന്നിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "വാമോനെ, സാർ നിന്നെ കാത്തിരിക്കുകയാണ്." അരുണിന്റെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. സുധാകരൻ നായർ തന്റെ ലൈബ്രറിയിൽ ഇരിക്കുകയായിരുന്നു. നൂറുകണക്കിന് പുസ്തകങ്ങൾ നിരത്തിവെച്ച അലമാരകൾ, ചരിത്രവും നിയമവും ഭരണവും സാഹിത്യവും നിറഞ്ഞ വലിയ മുറി. അരുൺ വാതുക്കൽ നിന്നു. "ആ അരുൺ, കേറി വരൂ," കളക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞു. അരുൺ അകത്തേക്ക് കടന്ന് ആദരവോടെ നിന്നു. "ഇരിക്കൂ," അദ്ദേഹം കസേര ചൂണ്ടിക്കാട്ടി. പക്ഷെ അവൻ ഇരുന്നില്ല. "സാർ, ഞാനിവിടെ നിന്നോളാം." കളക്ടർ പുഞ്ചിരിച്ചു. "ഇന്ന് നീ എന്റെ അതിഥിയാണ്, അതുകൊണ്ട് നിനക്കിരിക്കാം." അരുൺ പതുക്കെ കസേരയുടെ അറ്റത്തിരുന്നു. കുറച്ചുനേരം ഇരുവരും മിണ്ടിയില്ല. പിന്നീട് സുധാകരൻ നായർ ശാന്തമായി ചോദിച്ചു, "അരുൺ, നിനക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്?" ആ ചോദ്യം കേട്ട് അരുൺ ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ വേദനയുണ്ടായിരുന്നു. "ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ ഇല്ല സാർ. ആദ്യം അമ്മയെ ചികിത്സിക്കണം, മീരയെ പഠിപ്പിക്കണം. അതാണ് എൻ്റെ ജീവിതം." കളക്ടർ വീണ്ടും ചോദിച്ചു, "അത് കഴിഞ്ഞാൽ?" അരുൺ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. കുറച്ചുനേരം മിണ്ടാതെ നിന്ന ശേഷം അവൻ പതുക്കെ പറഞ്ഞു, "എനിക്ക് പഠിക്കണം സാർ. എനിക്ക് പഠിക്കുന്നത് വളരെ ഇഷ്ടമാണ്. പുസ്തകങ്ങൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ജീവിതം അതിനവസരം തന്നില്ല." അവൻ്റെ ശബ്ദമിടറി. സുധാകരൻ നായർ കസേരയിൽ നിന്നും എഴുന്നേറ്റു. ജനാലയ്ക്കൽ ചെന്ന് നിന്നു. ശേഷം തിരിഞ്ഞരുണിനെ നോക്കി. "നിനക്ക് പഠിക്കാൻ അത്ര ആഗ്രഹമാണെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കാം." അരുൺ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. "സാർ, അതെ അരുൺ, നാളെ മുതൽ നീ വീണ്ടും സ്കൂളിൽ പോകും. പക്ഷേ എൻ്റെ അമ്മ, അനിയത്തി, പുസ്തകങ്ങൾ, യൂണിഫോം, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം." ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന് തൻ്റെ ചെവികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. "സാർ, ഇത് സത്യമാണോ?" അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കളക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. "ഒരു നിബന്ധനയുണ്ട്." "എന്താണ് സാർ?" "നീ ജീവിതത്തിൽ ഒരിക്കലും സത്യസന്ധത കൈവിടരുത്. നീ ഇനി എത്ര വലിയ ആളായാലും ഇപ്പോഴത്തെ ഈ അരുണിനെ മറക്കരുത്. ഒരു ദിവസം നിന്നെപ്പോലെ കഷ്ടപ്പെടുന്ന മറ്റൊരു കുട്ടിയെ നീയും കൈപിടിച്ചുയർത്തണം." അരുൺ കസേരയിൽ നിന്നും എഴുന്നേറ്റു. "ഇതിനൊക്കെ പകരമായി സാറിന് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക?" കണ്ണുനീരോടെ കളക്ടറുടെ കൈകൾ പിടിച്ചു. "സാർ, ഞാൻ വാക്ക് തരുന്നു. സാറിനെ ഞാൻ നിരാശപ്പെടുത്തില്ല." ചില മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ദിവസം മതി എല്ലാം മാറിമറിയാൻ. അരുണിന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ദിവസം കടന്നുപോയിരുന്നു. കുറ്റവാളി എന്ന മുദ്രയിൽ നിന്നും, സ്വപ്നം കാണാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കുട്ടിയിൽ നിന്നും ഒരു പുതിയ ഭാവിയിലേക്ക് അവൻ പതുക്കെ നടന്നു തുടങ്ങി. അന്ന് വൈകുന്നേരം ജില്ലാ കളക്ടർ സുധാകരൻ നായരുടെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അരുണിന്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു. അതിൽ പണമില്ല, സ്വർണമില്ല, പക്ഷെ അതിനേക്കാൾ വിലയേറിയ ഒന്നുണ്ടായിരുന്നു. ഒരു പുതിയ ജീവിതത്തിന്റെ വാതിൽ തുറക്കുന്ന രേഖകൾ. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ അവൻ പലതവണ ആ കവർ തുറന്നു നോക്കി. ഒരു പ്രശസ്ത സ്കൂളിൻ്റെ അഡ്മിഷൻ ഫോം, ആശുപത്രിയുടെ ചികിത്സാ റെഫറൽ, വാടക വീട്ടിൻ്റെ കരാർ രേഖ. ഓരോ കടലാസും അവൻ്റെ ജീവിതത്തിലെ പുതിയ അധ്യായമായിരുന്നു. എന്നാൽ അവൻ്റെ മനസ്സിലൊരു ചിന്ത മാത്രം. ഇതെല്ലാം സത്യമാണോ? അതോ ഞാനിപ്പോഴും സ്വപ്നം കാണുകയാണോ? വീട്ടിലെത്തിയപ്പോൾ സാവിത്രി വാതിൽക്കൽ കാത്തിരിക്കുകയായിരുന്നു. അമ്മയുടെ മുഖത്ത് പതിവ് ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ മകനെ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ പ്രകാശം നിറഞ്ഞു. "എന്തായി മോനെ?" അരുൺ ഒന്നും പറഞ്ഞില്ല. അവൻ പതുക്കെ ആ കവർ അമ്മയുടെ കയ്യിൽ വെച്ചു. സാവിത്രി ഓരോ രേഖയും വായിച്ചു തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. കണ്ണുനീർ തുള്ളികൾ ഓരോ കടലാസിലും വീണു. "മോനെ, ഇത്ര വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല." അരുൺ അമ്മയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. "അമ്മേ, ഇനി അമ്മ കരയരുത്. അമ്മയെ ഞാനിനി ചികിത്സിക്കും, മീരയെ പഠിപ്പിക്കും. അച്ഛനില്ലാത്ത കുറവിന് നമുക്ക് തോന്നാൻ ഞാൻ അനുവദിക്കില്ല." സാവിത്രി മകൻ്റെ തലയിൽ കൈവച്ച് നിശബ്ദമായി പ്രാർത്ഥിച്ചു. ആ വീട്ടിൽ ആ രാത്രി ആദ്യമായി പ്രതീക്ഷയുടെ വെളിച്ചം തെളിഞ്ഞു. 2 ദിവസത്തിനു ശേഷം സർക്കാർ ആംബുലൻസ് അവരുടെ വീട്ടുമുന്നിലെത്തി. അയൽവാസികൾ അത്ഭുതത്തോടെ നോക്കി. സാവിത്രിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അത്. അവൾ പോകുമ്പോൾ അയൽക്കാരിയായ ജാനകിയമ്മ പറഞ്ഞു, "സാവിത്രി, നിന്റെ മകൻ നല്ലവനാണ്. ദൈവം അവനെ കൈവിടില്ല." സാവിത്രി പുഞ്ചിരിച്ചു. ദൈവം വന്നത് മനുഷ്യന്റെ രൂപത്തിലായിരുന്നു. അവർ മനസ്സിൽ സുധാകരൻ നായരെ ഓർത്തു. ആശുപത്രിയിൽ വിദഗ്ധ ഡോക്ടർമാർ ചികിത്സ ആരംഭിച്ചു. നിരവധി പരിശോധനകൾ നടന്നു. ഡോക്ടർ അരുണിനെ വിളിച്ചു പറഞ്ഞു, "ഭയപ്പെടേണ്ട, കുറച്ച് വൈകിയെങ്കിലും ചികിത്സ ആരംഭിക്കാം. കൃത്യമായി മരുന്ന് തുടർന്നാൽ നല്ല പുരോഗതി ഉണ്ടാകും." ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും മാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ആരെങ്കിലും പ്രതീക്ഷയോടെ സംസാരിക്കുന്നത്. അതേസമയം മീരയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അവളുടെ ഫീസ് കുടിശ്ശിക മുഴുവൻ അടച്ചു. സ്കൂളിൽ നിന്ന് വന്ന അധ്യാപിക പറഞ്ഞു, "മീര വളരെ മിടുക്കിയാണ്. അവളുടെ പഠനം ഒരിക്കലും നിർത്തരുത്." മീര സന്തോഷത്തോടെ ഓടി വന്ന് ചേട്ടനെ കെട്ടിപ്പിടിച്ചു. "ചേട്ടാ, ഞാൻ പഠിച്ചൊരു ഡോക്ടറാകും." അരുൺ ചിരിച്ചു. "നിനക്കതിന് കഴിയും മോളെ. ഞാൻ നിന്നെ അവിടെ എത്തിക്കും." ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അരുണിന് പുതിയ യൂണിഫോം തയ്യാറായി. വെളുത്ത ഷർട്ട്, നീല പാൻറ്, പുതിയ ഷൂസ്, പുതിയ സ്കൂൾ ബാഗ്.
ജീവിതത്തിൽ ആദ്യമായാണ് അവന് സ്വന്തം പേരെഴുതിയ പുതിയ പുസ്തകങ്ങൾ കിട്ടുന്നത്. ആ രാത്രി അവൻ ഉറങ്ങിയില്ല. ഓരോ പുസ്തകവും തുറന്നു നോക്കി പുതിയ കടലാസിൻ്റെ മണം ആസ്വദിച്ചു. പിന്നെ ഒരു പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ അവൻ എഴുതി, എൻ്റെ ജീവിതം മാറ്റിയ, ഞാൻ ദൈവത്തെപ്പോലെ കാണുന്ന എൻ്റെ സാറിന് നന്ദി. പിറ്റേന്ന് രാവിലെ കളക്ടറുടെ കാർ വീട്ടുമുറ്റത്തെത്തി. അരുൺ അമ്പരന്നു. സാർ, നിങ്ങൾ? സുധാകരൻ നായർ പുഞ്ചിരിച്ചു. ഇന്ന് നിന്റെ ജീവിതത്തിലെ ആദ്യ ദിവസമാണ്. നിന്നെ ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടാം. അരുണിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഒരു കാലത്ത് സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്നിരുന്ന കുട്ടി ഇന്ന് ജില്ലാ കളക്ടറുടെ കാറിൽ സ്കൂളിലേക്ക് പോവുകയാണ്. ജീവിതം ചിലപ്പോൾ കഥകളെപ്പോലും തോൽപ്പിക്കുന്ന അത്ഭുതങ്ങൾ എഴുതും. കാർ സ്കൂളിൻ്റെ ഗേറ്റിന് മുന്നിൽ നിർത്തി. വലിയ കെട്ടിടം, വിശാലമായ കളിസ്ഥലം, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ. അരുണിൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. സാർ, എനിക്ക് പേടിയാകുന്നു. സുധാകരൻ നായർ അവൻ്റെ തോളിൽ കൈവച്ചു. ധൈര്യമായി നടക്കൂ. ഈ ഗേറ്റ് കടന്നാൽ നിനക്ക് ഭൂതകാലമില്ല. നിന്റെ ഭാവിയാണ് നിന്നെ കാത്തിരിക്കുന്നത്. അരുൺ ദീർഘമായി ശ്വസിച്ചു. പതുക്കെ സ്കൂളിൻ്റെ ഗേറ്റ് കടന്നു. പക്ഷെ അവൻ അറിഞ്ഞിരുന്നില്ല, ഈ പുതിയ ലോകം അവനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കില്ലെന്ന്. അവൻ്റെ ദാരിദ്ര്യവും പഴയ ജീവിതവും ചിലരുടെ പരിഹാസത്തിന് കാരണമാകാൻ പോവുകയാണെന്ന്. ആ രാത്രിക്ക് ശേഷം അരുണിൻ്റെ ജീവിതം ഒരു പുതിയ താളത്തിലേക്ക് കടന്നു. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. അമ്മയ്ക്ക് മരുന്ന് കൊടുക്കും. മീരയെ സ്കൂളിലേക്ക് തയ്യാറാക്കും. ശേഷം സ്വന്തം സ്കൂളിലേക്ക് പോകും. വൈകുന്നേരം നേരെ ജില്ലാ കളക്ടർ സുധാകരൻ നായരുടെ വീട്ടിലേക്ക്. അവിടെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുക, ഫയലുകൾ ക്രമപ്പെടുത്തുക. അതിനിടയിൽ അദ്ദേഹം ജീവിതത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പറയുന്ന ഓരോ വാക്കും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. രാത്രി വീട്ടിലെത്തിയ ശേഷം വീണ്ടും പഠനം. ഒരു ദിവസം പോലും അവൻ പാഴാക്കിയില്ല. കാരണം അവൻ അറിയാമായിരുന്നു, ഇത് തൻ്റെ മാത്രം ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, മറിച്ച് അമ്മയുടെ ജീവിതത്തിനും അനിയത്തിയുടെ ഭാവിക്കുമുള്ള പോരാട്ടമാണ്. ഒരു ദിവസം സ്കൂളിൽ മാസപരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. ക്ലാസ് ടീച്ചർ മാർക്ക് ലിസ്റ്റ് കയ്യിൽ പിടിച്ച് ക്ലാസ്സിലേക്ക് വന്നു. ഈ പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി. അരുൺ ഒരു നിമിഷം ക്ലാസ് മുഴുവൻ അത്ഭുതപ്പെട്ടു. പരിഹസിച്ചിരുന്ന ആകാശ് പോലും വിശ്വസിക്കാനാകാതെ നോക്കി. അധ്യാപകൻ തുടർന്നു. ഗണിതം മുഴുവൻ മാർക്ക്, ശാസ്ത്രം മുഴുവൻ മാർക്ക്, സാമൂഹ്യശാസ്ത്രം അതിനും ഫുൾ മാർക്ക്. ക്ലാസ് കയ്യടികളാൽ മുഴങ്ങി. അരുൺ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ മുഖത്ത് അഭിമാനമല്ല, വിനയമായിരുന്നു. ഇടവേളയിൽ അനന്യ അവൻ്റെ അടുത്തെത്തി. അഭിനന്ദനങ്ങൾ. അരുൺ പുഞ്ചിരിച്ചു. നന്ദി. നിനക്കെപ്പോഴാണ് ഇത്ര പഠിക്കാൻ സമയം കിട്ടുന്നത്? അരുൺ ശാന്തമായി പറഞ്ഞു. സമയം കിട്ടുന്നതല്ല, ഞാൻ ഉണ്ടാക്കുന്നതാണ്. ആ മറുപടി അനന്യയെ ചിന്തിപ്പിച്ചു. എന്നാൽ അവൻ ക്ലാസ്സിൽ മുൻനിരയിലെത്തിയതോടെ അവളുടെ അസൂയയും വളർന്നു. അന്നു മുതൽ ചില വിദ്യാർത്ഥികൾ അരുണിനെ തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അവരിൽ മുന്നിലുണ്ടായിരുന്നത് ആകാശായിരുന്നു. അടുത്ത പരീക്ഷയിൽ ഇവനെ 1ാമനാക്കാൻ പാടില്ല, അവൻ കൂട്ടുകാരോട് പറഞ്ഞു. അതിനിടെ അമ്മയുടെ ആരോഗ്യനില വീണ്ടും മോശമായി. ഒരു രാത്രി ശക്തമായ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. അരുണും മീരയും ഭയന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു, ഭയപ്പെടേണ്ട, രോഗം പഴയതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശ്രമം നിർബന്ധമാണ്. അരുണിന് ആശ്വാസമായി. ആശുപത്രിയിൽ നിന്നും മടങ്ങുമ്പോൾ സാവിത്രി മകനെ വിളിച്ചു. അരുൺ, ഒരു കാര്യം പറയട്ടെ. എനിക്ക് വേണ്ടി നീ നിന്റെ പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഞാൻ ജീവിച്ചാലും ഇല്ലെങ്കിലും നീ വലിയൊരു ഉദ്യോഗസ്ഥനാകണം. അരുണുടൻ അമ്മയുടെ വായ് പൊത്തി. അങ്ങനെ പറയരുതമ്മേ. നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ വിജയിക്കുന്ന ദിവസം അത് ആദ്യം കാണേണ്ടത് അമ്മയാണ്. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജില്ലാ കളക്ടർ സുധാകരൻ നായർ അരുണിനെ തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. വലിയ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ അദ്ദേഹം ഒരു പഴയ ഫോട്ടോ ആൽബം എടുത്തു. അരുൺ, ഇത് നോക്കൂ. അരുൺ ആൽബം തുറന്നു. അതിലൊരു യുവ ഉദ്യോഗസ്ഥൻ്റെ ചിത്രം. സാർ, ഇതാരാണ്? സുധാകരൻ നായർ പുഞ്ചിരിച്ചു. ഇത് ഞാനാണ്. അരുൺ അത്ഭുതപ്പെട്ടു. എനിക്കും നിന്റെ പ്രായത്തിൽ വലിയ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ഞാനും വളരെ ദരിദ്രമായ കുടുംബത്തിലാണ് വളർന്നത്. പഠിക്കാൻ രാത്രിയിൽ തെരുവ് വിളക്കിൻ്റെ വെളിച്ചം ഉപയോഗിച്ച ദിവസങ്ങളുണ്ട്. അരുൺ അത്ഭുതത്തോടെ കേട്ടിരുന്നു. ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം പഠിച്ചു. നമുക്ക് ലഭിക്കുന്ന സഹായം നമ്മുടെ കയ്യിൽ അവസാനിക്കരുത്, അത് മറ്റൊരാളിലേക്കും എത്തണം. അദ്ദേഹം അരുണിൻ്റെ തോളിൽ കൈവച്ചു. ഒരു ദിവസം നീ വലിയ ആളാകും. അന്ന് നിന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയുടെ കൈ പിടിച്ചുയർത്തണം. എനിക്ക് നീ വാക്ക് തരുമോ? അരുൺ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അവൻ എഴുന്നേറ്റ് നിന്നു. 2 കൈകളും ചേർത്ത് പറഞ്ഞു, ഞാൻ വാക്ക് തരുന്നു സാർ. എൻ്റെ ജീവിതം മാറിയതുപോലെ മറ്റൊരു ജീവിതവും ഞാൻ മാറ്റും. സുധാകരൻ നായരുടെ മുഖത്ത് സംതൃപ്തി നിറഞ്ഞു. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഈ കുട്ടി ഒരിക്കൽ ഒരു വലിയ മനുഷ്യനാകും. ആ രാത്രി വീട്ടിലേക്ക് മടങ്ങിയ അരുൺ തൻ്റെ പഠനമേശയ്ക്ക് മുന്നിലിരുന്നു. പുസ്തകം തുറക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കടലാസിൽ അവൻ ഒരു വാചകം എഴുതി മേശയിൽ ഒട്ടിച്ചു. വിജയിക്കേണ്ടത് എനിക്ക് വേണ്ടിയല്ല, എന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടിയാണ്. ആ വാചകം അവൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും അവനെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയായി മാറി.
മാസങ്ങൾ കടന്നുപോയി. ടേം പരീക്ഷയിൽ ഒന്നാമനായ അരുൺ ഇപ്പോൾ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അധ്യാപകർക്ക് അവനോട് പ്രത്യേക സ്നേഹമായിരുന്നു. പക്ഷേ എല്ലാവരും അവൻ്റെ വിജയത്തിൽ സന്തോഷിച്ചില്ല. ചിലരുടെ അസൂയ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും പ്രകാശ് തന്നെയായിരുന്നു. ഒരു ദിവസം ശാസ്ത്ര ലാബിൽ പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുകയായിരുന്നു. വിദ്യാർത്ഥികളെല്ലാവരും അവരുടെ പരീക്ഷണങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ ശബ്ദം. വില കൂടിയ ഒരു മൈക്രോസ്കോപ്പ് നിലത്ത് വീണ് തകർന്നു. ലാബ് മുഴുവൻ നിശബ്ദമായി. ശാസ്ത്രാധ്യാപകൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. ആരാണിത് ചെയ്തത്? ആരുമൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ആകാശ് മുന്നോട്ട് വന്നത്. സർ, ഞാൻ കണ്ടതാണ്. അരുണാണ് ആ മേശയിൽ തട്ടിയത്. ഒരു നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ അരുണിലേക്ക് തിരിഞ്ഞു. അരുൺ ഞെട്ടിപ്പോയി. സർ, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ട് പോലുമില്ല. എന്നാൽ 2-3 വിദ്യാർത്ഥികൾ കൂടി ആകാശിൻ്റെ വാക്ക് ശരിവെച്ചു. അവർ കള്ളം പറയുകയാണെന്ന് അരുണിന് മനസ്സിലായി. അധ്യാപകൻ കർശനമായി പറഞ്ഞു. അരുൺ, നീ എൻ്റെ കൂടെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് വരൂ. അവൻ്റെ ഹൃദയം വേഗത്തിലിടിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുറ്റവും ചെയ്യാതെ കോടതിയിൽ നിന്ന ദിവസം അവൻ ഓർത്തു. വീണ്ടും അതേ അവസ്ഥയാണോ? അവൻ്റെ കൈകൾ വിറച്ചു. പ്രിൻസിപ്പൽ ലതികാദേവി എല്ലാ വിവരങ്ങളും കേട്ടു. അവർ ഉടനെ വിധി പറഞ്ഞില്ല. പകരം ശാന്തമായി ചോദിച്ചു, അരുൺ, സത്യം പറയൂ, നീയാണോ അത് തകർത്തത്? അരുൺ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അല്ല ടീച്ചർ, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കള്ളം പറയില്ല. ആ വാക്കുകളിൽ ഭയത്തേക്കാൾ ആത്മവിശ്വാസമായിരുന്നു. അപ്പോഴേക്കും ജില്ലാ കളക്ടർ സുധാകരൻ നായർ ഒരു വിദ്യാഭ്യാസ യോഗത്തിനായി സ്കൂളിലെത്തിയിരുന്നു. സംഭവം അറിഞ്ഞ അദ്ദേഹം നേരെ ഓഫീസിലേക്ക് വന്നു. പ്രിൻസിപ്പൽ ആദരവോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. സംഭവം മുഴുവൻ വിശദീകരിച്ചു. സുധാകരൻ നായർ അരുണിനെ നോക്കി. ഒരു നിമിഷം പോലും സംശയിച്ചില്ല. കാരണം അദ്ദേഹം ആ കുട്ടിയുടെ കണ്ണുകൾ വായിക്കാൻ പഠിച്ചിരുന്നു. മാഡം, ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പരിശോധിക്കാമോ? അദ്ദേഹം ചോദിച്ചു. എന്താണ് സാർ? ലാബിൽ CCTV ഉണ്ടല്ലോ. പ്രിൻസിപ്പൽ ഉടൻ ടെക്നീഷ്യനെ വിളിച്ചു. റെക്കോർഡിംഗ് തുറന്നു. മുറിയിലുണ്ടായിരുന്ന എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി. വീഡിയോ പതുക്കെ മുന്നോട്ട് നീങ്ങി. അതിൽ വ്യക്തമായി കാണാം, അരുൺ തൻ്റെ മേശയുടെ അടുത്ത് നിൽക്കുന്നു. ആകാശ് പതുക്കെ പിന്നിലൂടെ നടന്നു വരുന്നു. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ മനഃപൂർവ്വം മൈക്രോസ്കോപ്പ് തള്ളിയിടുന്നു. പിന്നെ എല്ലാവരും നോക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സീറ്റിലേക്ക് ഓടിപ്പോകുന്നു. വീഡിയോ അവസാനിച്ചു. മുറിയിൽ വീണ്ടും നിശബ്ദത. ഈ പ്രാവശ്യം ലജ്ഞ കൊണ്ടുള്ള നിശബ്ദത. ആകാശിൻ്റെ മുഖം വിളറി. അവൻ തലകുനിച്ചു നിന്നു. പ്രിൻസിപ്പൽ കടുത്ത ശബ്ദത്തിൽ ചോദിച്ചു, എന്തിനാണ് നീ ഇത് ചെയ്തത്? ആകാശിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് എനിക്ക് അരുണിനോട് അസൂയയായിരുന്നു. എല്ലാവരും അവനെ മാത്രം പ്രശംസിക്കുന്നു. അതുകൊണ്ടാണ്. അവൻ്റെ ശബ്ദം നിലച്ചു. അരുൺ ആ വാക്കുകൾ കേട്ട് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. സുധാകരൻ നായർ അവനെ നോക്കി. അരുൺ, നിനക്കെന്താണ് പറയാനുള്ളത്? എല്ലാവരും അവൻ്റെ മറുപടി കാത്തു നിന്നു. അരുൺ പതുക്കെ ആകാശിൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ തോളിൽ കൈവച്ചു. ശാന്തമായി പറഞ്ഞു, നീ എന്നോട് ക്ഷമ ചോദിക്കേണ്ട. പക്ഷേ ഇനി ഒരിക്കലും ഒരു നിരപരാധിയെ കൊടുക്കാൻ ശ്രമിക്കരുത്. ആ വേദന എന്താണെന്ന് എനിക്കറിയാം. ആകാശ് പൊട്ടിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്കണം, അവൻ ആദ്യമായി ആത്മാർത്ഥമായി പറഞ്ഞു. ആ കാഴ്ച കണ്ടു നിന്ന സുധാകരൻ നായരുടെ കണ്ണുകളിൽ അഭിമാനം നിറഞ്ഞു. ഇവൻ പുസ്തകങ്ങൾ മാത്രം പഠിക്കുകയല്ല, ജീവിതവും പഠിക്കുകയാണ്, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം അരുണിനോടൊരു വാചകം മാത്രം പറഞ്ഞു. മോനെ, പ്രതികാരം ചെയ്യാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ ക്ഷമിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ആ വാക്കുകൾ കേട്ട അരുൺ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം ഉദിക്കുകയായിരുന്നു. കാലം വീണ്ടും മുന്നോട്ട് നീങ്ങി. 10ാം ക്ലാസ് പൊതുപരീക്ഷ അടുത്തെത്തി. സ്കൂൾ മുഴുവൻ പരീക്ഷയുടെ ഒരുക്കത്തിലായിരുന്നു. രാവിലെ പ്രത്യേക ക്ലാസുകൾ, വൈകുന്നേരം റിവിഷൻ, അധ്യാപകരുടെ അധിക പരിശീലനം. എല്ലാവരും തിരക്കിലായിരുന്നു. പക്ഷേ അരുണിൻ്റെ ജീവിതത്തിൽ പഠനം മാത്രമായിരുന്നില്ല. വീട്ടിലെ ഓരോ ദിവസവും പുതിയ ഉത്തരവാദിത്തങ്ങൾ അവനെ കാത്തിരുന്നു. ഒരു വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ സാവിത്രി പുറത്തിരുന്ന് പഴയ തുണികൾ തുന്നുകയായിരുന്നു. അമ്മേ, ഡോക്ടർ വിശ്രമിക്കാനല്ലേ പറഞ്ഞത്? അരുൺ ചോദിച്ചു. സാവിത്രി ചെറുതായി പുഞ്ചിരിച്ചു. വെറുതെ ഇരുന്നാൽ മനസ്സ് വിഷമിക്കും മോനെ, കുറച്ച് തുന്നിയാൽ സമയം പോകും. അരുണിന് അത് കേട്ട് സങ്കടമായി. രോഗം കുറഞ്ഞെങ്കിലും ദാരിദ്ര്യം പൂർണ്ണമായി മാറിയിരുന്നില്ല. സുധാകരൻ നായർ വീടിൻ്റെ വാടകയും ചികിത്സയും ഏറ്റെടുത്തിരുന്നെങ്കിലും സ്വന്തം ചെലവുകൾക്കായി അവർ ഇന്നും അധ്വാനിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി മീര പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചോദിച്ചു, ചേട്ടാ, വലുതായാൽ ചേട്ടൻ എന്താകാനാണ് ആഗ്രഹം? അരുൺ പുസ്തകം അടച്ചു. കുറച്ചു നേരം ആലോചിച്ചു. എനിക്കറിയില്ല. എന്നെപ്പോലെ സഹായം വേണ്ടവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളാകണം. മീര ചിരിച്ചു. അപ്പോൾ ചേട്ടൻ കളക്ടർ സാറിനെ പോലെ വലിയ ഓഫീസറാകണം. ആ വാക്കുകൾ അരുണിൻ്റെ മനസ്സിൽ പതിഞ്ഞു. കളക്ടർ. ആ രാത്രി ആദ്യമായി അവൻ ആ സ്വപ്നത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു. പിറ്റേന്ന് വൈകുന്നേരം ലൈബ്രറിയിൽ സുധാകരൻ നായർ ഒരു പഴയ ഫയൽ പരിശോധിക്കുകയായിരുന്നു. അരുൺ മടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, സാർ, ഒരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്കൂ. ഒരു ജില്ലാ കളക്ടറാകാൻ എന്ത് ചെയ്യണം?
ആ ചോദ്യം കേട്ടപ്പോൾ സുധാകരൻ നായരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ അതാണോ നിന്റെ ലക്ഷ്യം? അരുൺ പതുക്കെ തലയാട്ടി. അതെ സാർ, ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അവരിൽ ആയിരക്കണക്കിന് പേർ IAS ആകണമെന്ന് സ്വപ്നം കാണുന്നു. പക്ഷേ വിജയിക്കുന്നത് വളരെ കുറച്ചുപേർ മാത്രമാണ്. അരുൺ ശ്രദ്ധയോടെ കേട്ടിരുന്നു. കാരണം IAS പഠിച്ചു മാത്രം നേടുന്ന ഒന്നല്ല. അത് ക്ഷമയും അച്ചടക്കവും ആത്മവിശ്വാസവും ചേർന്നുള്ള യാത്രയാണ്. അദ്ദേഹം ഒരു പേപ്പറിൽ 3 വാക്കുകൾ എഴുതി. അച്ചടക്കം, സത്യസന്ധത, സേവനം. ഈ 3 കാര്യങ്ങൾ ഒരിക്കലും കൈവിടരുത്. അങ്ങനെയാണെങ്കിൽ ആ പദവി നിന്നെ തേടി വരും. ആ കടലാസ് അരുൺ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചു. 10ാം ക്ലാസ് പരീക്ഷകൾ അവസാനിച്ചു. ഫലം വരുന്ന ദിവസം സ്കൂൾ മുറ്റം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കൊണ്ട് നിറഞ്ഞിരുന്നു. അരുണിൻ്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. സാവിത്രിയും മീരയും ഒപ്പമുണ്ടായിരുന്നു. സുധാകരൻ നായരും ശാന്തമായി അല്പം മാറി നിന്നു. പ്രിൻസിപ്പൽ വേദിയിലേക്ക് കയറി. ഈ വർഷത്തെ സ്കൂൾ ടോപ്പർ. ഒരു നിമിഷം എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അരുൺ. കയ്യടികളുടെ ശബ്ദം സ്കൂൾ മുഴുവൻ മുഴങ്ങി. അമ്മ സാവിത്രിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. മീര സന്തോഷത്തോടെ ചേട്ടനെ കെട്ടിപ്പിടിച്ചു. സുധാകരൻ നായരുടെ കണ്ണുകളിലും അഭിമാനത്തിന്റെ നനവുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയ ശേഷം അരുൺ നേരെ വേദിയിൽ നിന്നും ഇറങ്ങി. എല്ലാവരും കരുതിയത് അവൻ അമ്മയുടെ അടുത്തേക്കാണ് പോവുകയെന്നാണ്. പക്ഷെ അവൻ നടന്നത് സുധാകരൻ നായരുടെ അടുത്തേക്കായിരുന്നു. 2 കൈകൊണ്ടും സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് നൽകി. സാർ, ഇതെൻ്റെ വിജയമല്ല, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വിജയമാണ്. ഒരു നിമിഷം സുധാകരൻ നായർ ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹം അരുണിൻ്റെ തോളിൽ കൈവച്ച് മന്ദമായി പറഞ്ഞു. അല്ല മോനെ, ഞാൻ നിനക്കൊരവസരം മാത്രമാണ് തന്നത്. ആ അവസരത്തെ വിജയമാക്കിയത് നിന്റെ അധ്വാനമാണ്. അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അരുൺ ആകാശത്തേക്ക് നോക്കി. ജീവിതത്തിൽ ആദ്യമായി ഒരു സ്വപ്നം അവന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഞാൻ IAS ആകും. എന്നെപ്പോലെ കഷ്ടപ്പെടുന്നവരുടെ ജീവിതം മാറ്റുന്ന ഒരു ഓഫീസറാകും. ആ പ്രതിജ്ഞയോടെ അവൻ്റെ ജീവിതത്തിലെ അടുത്ത വലിയ യാത്ര ആരംഭിക്കുകയായിരുന്നു. +1, +2 2 വർഷങ്ങൾ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കടന്നുപോയി. അരുണിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. IAS. സ്കൂളിലെ ഓരോ അധ്യാപകനും അവനെ പ്രോത്സാഹിപ്പിച്ചു. സുധാകരൻ നായർ ഓരോ ആഴ്ചയും അവനെ വിളിച്ച് പുതിയ പുസ്തകങ്ങൾ നൽകി. പത്രം വായിക്കുന്ന ശീലം, രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം പഠിക്കൽ, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം. ഓരോ ദിവസവും പുതിയൊരു പാഠമായിരുന്നു. +2 പരീക്ഷാഫലം വന്ന ദിവസം അരുൺ വീണ്ടും സ്കൂളിലെ ഏറ്റവും ഉയർന്ന മാർക്കോടെ വിജയിച്ചു. നഗരത്തിലെ പ്രമുഖ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദ പഠനത്തിന് പ്രവേശനം ലഭിച്ചു. ആ ദിവസം വീട്ടിൽ ചെറിയൊരു ആഘോഷം നടന്നു. സാവിത്രി വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കൈകൊണ്ട് പായസമുണ്ടാക്കി. മീര സന്തോഷത്തോടെ പറഞ്ഞു. ചേട്ടാ, ഇനി നിനക്ക് കളക്ടറാകാൻ ആരും തടസ്സമാകില്ല. അരുൺ ചിരിച്ചു. പക്ഷെ അവൻ അറിയാമായിരുന്നു യഥാർത്ഥ പോരാട്ടം ഇനി മാത്രമാണ് തുടങ്ങുന്നത് എന്ന്. കോളേജ് ജീവിതം സ്കൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, വ്യത്യസ്ത ആശയങ്ങൾ, കടുത്ത മത്സരങ്ങൾ. അരുൺ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പഠനം മാത്രമല്ല, മനുഷ്യരെയും പഠിക്കാൻ അവൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം കോളേജിൽ നടന്ന സെമിനാറിൽ ഒരു വിരമിച്ച IAS ഓഫീസർ പ്രസംഗിക്കാനെത്തി. അദ്ദേഹം പറഞ്ഞു, ഒരു നല്ല ഉദ്യോഗസ്ഥന് നിയമങ്ങൾ അറിയുന്നത് മാത്രം പോരാ, ജനങ്ങളുടെ കണ്ണുനീർ വായിക്കാനും അറിയണം. ആ വാക്കുകൾ അരുണിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ജനങ്ങളുടെ കണ്ണുനീർ വായിക്കാൻ അവൻ മനസ്സിൽ ആവർത്തിച്ചു. 3 വർഷത്തെ ബിരുദ പഠനം കഴിഞ്ഞു. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ. രാജ്യത്തെ ഏറ്റവും കഠിനമായ മത്സര പരീക്ഷ. പ്രതിവർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതും. പക്ഷേ വിജയിക്കുന്നത് വളരെ കുറച്ചുപേർ മാത്രം. സുധാകരൻ നായർ അരുണിനെ ഡൽഹിയിലെ ഒരു പ്രശസ്ത പരിശീലന സ്ഥാപനത്തിൽ ചേർത്തു. പോകുന്ന ദിവസം സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇത്ര ദൂരെ ആദ്യമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മീര ചേട്ടൻ്റെ ബാഗുകൾ ശരിയാക്കി. വിജയിച്ചിട്ടേ ഞാൻ തിരികെ വരൂ അമ്മേ. അരുൺ അമ്മയുടെ കൈ പിടിച്ചു. ഡൽഹി വലിയ നഗരം, വലിയ സ്വപ്നങ്ങളുടെ നഗരം. അവിടെ എത്തിയ ആദ്യ ദിവസം തന്നെ അരുണിന് മനസ്സിലായി, താനിനി സാധാരണ മത്സരത്തിനല്ല. ഇവിടെ വന്ന ഓരോരുത്തരും സ്കൂൾ ടോപ്പർമാരായിരുന്നു. എല്ലാവരും മിടുക്കന്മാർ, എല്ലാവരും കഠിനാധ്വാനികൾ. രാവിലെ 5 മണിക്ക് പഠനം, രാത്രി 12 മണി വരെ ലൈബ്രറി. അവൻ്റെ ജീവിതം പുസ്തകങ്ങൾക്കിടയിലായി. ചില ദിവസങ്ങളിൽ ഉറക്കം പോലും 4 മണിക്കൂറിൽ താഴെ. പക്ഷേ അവൻ തളർന്നില്ല. മാസങ്ങൾക്ക് ശേഷം ആദ്യ UPSC പരീക്ഷ എഴുതി. ഫലം വന്ന ദിവസം, ആ ദിവസം അരുണിന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ദിവസമായിരുന്നു. രാവിലെ 5 മണി. ഡൽഹിയിലെ ചെറിയ വാടക മുറിയിൽ അവൻ പതിവ് പോലെ എഴുന്നേറ്റു. എന്നാൽ ആ ദിവസം പുസ്തകം തുറക്കാൻ അവന് കഴിഞ്ഞില്ല. കാരണം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അന്തിമ ഫലം പ്രസിദ്ധീകരിക്കുന്ന ദിവസമായിരുന്നു അത്. അവൻ്റെ ഹൃദയം അസാധാരണമായി ഇടിച്ചു. രാവിലെ 10 മണിയോടെ വെബ്സൈറ്റ് തുറന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരേ സമയം ഫലം നോക്കാൻ ശ്രമിച്ചതിനാൽ സൈറ്റ് വീണ്ടും വീണ്ടും തടസ്സപ്പെട്ടു. ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും ഒരു യുഗം പോലെ അവന് തോന്നി. അവസാനം പേജ് തുറന്നു. അരുണിൻ്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തു. എൻ്റർ അമർത്തി. ഒരു നിമിഷം സ്ക്രീൻ നിശബ്ദമായി നിന്നു. പിന്നെ ഒരു വരി തെളിഞ്ഞു. കൺഗ്രാജുലേഷൻസ്. അരുൺ ഒന്നുകൂടി അത് വായിച്ചു. വീണ്ടും വായിച്ചു. ഇല്ല,
തനിക്ക് തെറ്റിയതല്ല, താൻ വിജയിച്ചിരിക്കുന്നു. അരുൺ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകി. പുസ്തകങ്ങൾക്ക് മുകളിലേക്ക് മുഖം കുനിച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. ഇത് സങ്കടത്തിൻ്റെ കരച്ചിലായിരുന്നില്ല. വർഷങ്ങളായി നെഞ്ചിലടക്കി വെച്ച സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ കണ്ണുനീരായിരുന്നു. ആദ്യം അവൻ വിളിച്ചത് അമ്മയായിരുന്നു. ഫോൺ എടുത്തത് മീര. ചേട്ടാ, ഫലം വന്നോ? അരുണിൻ്റെ ശബ്ദമിടറി. അമ്മ എവിടെ മോളെ? സാവിത്രി ഫോൺ വാങ്ങി. മോനെ. അല്പനേരം അരുണിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ പതുക്കെ പറഞ്ഞു, അമ്മേ, നിങ്ങളുടെ മകൻ കളക്ടറാകാനുള്ള ആദ്യ പടി കടന്നു. അപ്പുറത്ത് കുറച്ചു നേരം നിശബ്ദത. പിന്നെ സാവിത്രിയുടെ കരച്ചിൽ. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്ര സന്തോഷിച്ചേനെ. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിൻ്റെയും കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അടുത്ത ഫോൺ കോൾ സുധാകരൻ നായർക്കായിരുന്നു. ഫോൺ ബെല്ലടിച്ചുടനെ അദ്ദേഹം എടുത്തു. സാർ. സുധാകരൻ നായർ ചിരിച്ചു. എനിക്കറിയാം, ഞാൻ അറിഞ്ഞു. അഭിനന്ദനങ്ങൾ അരുൺ IAS. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സാർ, ഈ വിജയം എൻ്റേതല്ല, ഇത് നിങ്ങളുടേതാണ്, സുധാകരൻ നായർ ശാന്തമായി പറഞ്ഞു. അല്ല മോനെ, ഒരു കർഷകൻ വിത്ത് വിതയ്ക്കും, പക്ഷേ ഫലമുണ്ടാകുന്നത് വിത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഞാൻ നിനക്കൊരവസരം മാത്രമാണ് തന്നത്. അതിനെ ചരിത്രമാക്കിയത് നിന്റെ അധ്വാനമാണ്. അല്പസമയത്തിന് ശേഷം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. മോനെ, നീ വലിയ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഒരു കാര്യം മറക്കരുത്. ഒരു കാലത്ത് നീയും സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ സഹായത്തിനായി കാത്തുനിന്ന ഒരു സാധാരണ കുട്ടിയായിരുന്നു. ആ ഓർമ്മ ഒരിക്കലും നഷ്ടപ്പെടരുത്, അരുൺ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഒരിക്കലും മറക്കില്ല സാർ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമിയിൽ പരിശീലനം ആരംഭിച്ചു. രാജ്യത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള യുവ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു. അവരിൽ പലരും വലിയ ഉദ്യോഗസ്ഥരുടെ മക്കളായിരുന്നു, ചിലർ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവർ. പക്ഷേ അരുണിൻ്റെ കഥ വ്യത്യസ്തമായിരുന്നു. ഒരു ദിവസം പരിശീലനത്തിനിടെ ഓരോരുത്തരോടും അവരുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. അരുൺ വേദിയിലേക്ക് നടന്നു. ചില നിമിഷങ്ങൾ നിശബ്ദനായി നിന്ന ശേഷം പറഞ്ഞു, ഞാൻ ഒരു കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ 10 രൂപയ്ക്ക് ചായ വിറ്റിരുന്ന കുട്ടിയാണ്. ഹാളിലാകെ നിശബ്ദത പടർന്നു. പിന്നെ അവൻ്റെ ജീവിതയാത്ര മുഴുവൻ അവൻ വിവരിച്ചു. ദാരിദ്ര്യം, അമ്മയുടെ രോഗം, ജില്ലാ കളക്ടർ സുധാകരൻ നായർ, അവസാനം ഇന്നത്തെ ദിവസം വരെ. സംസാരം അവസാനിച്ചപ്പോൾ ഹാളിലുണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആ കൈയടി അരുണിൻ്റെ വിജയത്തിന് മാത്രമല്ല, സത്യസന്ധതയ്ക്കും അധ്വാനത്തിനും ലഭിച്ച ആദരവായിരുന്നു. പരിശീലനം പൂർത്തിയായ ദിവസം നിയമന ഉത്തരവ് അവൻ്റെ കയ്യിലെത്തി. കവർ തുറന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ ഒരു വരിയിൽ പതിഞ്ഞു. കേരള കേഡർ. അരുണിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. സ്വന്തം നാടിനെ സേവിക്കാനുള്ള അവസരം, അതാണ് അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. എന്നാൽ വിധി അവന് വേണ്ടി മറ്റൊരു അത്ഭുതം കൂടി ഒരുക്കി വെച്ചിരുന്നു. അവൻ്റെ ആദ്യ നിയമനം അവൻ്റെ ജീവിതം ആരംഭിച്ച അതേ നഗരത്തിലായിരിക്കുമെന്ന് അവൻ അപ്പോഴും അറിഞ്ഞിരുന്നില്ല. ജീവിതം ചിലപ്പോൾ ഒരു വൃത്തം പോലെയാണ്. എവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്, ഒരിക്കൽ അത് വീണ്ടും അവിടെ തന്നെ തിരിച്ചെത്തിക്കും. അരുണിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. IAS പരിശീലനം പൂർത്തിയായതിനു ശേഷം നിയമന ഉത്തരവ് കയ്യിൽ കിട്ടിയ ദിവസം അവൻ ആ കവർ തുറന്നു വായിച്ചു. തിരുവനന്തപുരം ജില്ലാ കളക്ടർ. ആ വരികൾ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം വേഗത്തിലിടിച്ചു. ഇത് വെറും ഒരു നിയമനമല്ലായിരുന്നു, തൻ്റെ ജീവിതം മാറിത്തുടങ്ങിയ മണ്ണിലേക്കുള്ള മടങ്ങിവരവായിരുന്നു. ചുമതലയേറ്റ ദിവസം ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സർക്കാർ വാഹനങ്ങൾ നിരന്നു കിടക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് സർക്കാർ ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ എല്ലാവരും പുതിയ കളക്ടറെ സ്വീകരിക്കാൻ കാത്തുനിന്നു. വെളുത്ത ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച് ശാന്തമായ പുഞ്ചിരിയോടെ അരുൺ കാറിൽ നിന്ന് ഇറങ്ങി. ക്യാമറയുടെ ഫ്ലാഷുകൾ തുടർച്ചയായി മിന്നി. എന്നാൽ ആ ശബ്ദങ്ങൾക്കിടയിലും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഒരു ചെറിയ ചായക്കെറ്റിലും റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ഓടി നടന്നു വരുന്ന ആ 15-കാരനെയുമായിരുന്നു. ചുമതലയേറ്റ ശേഷം നടന്ന ആദ്യ യോഗത്തിൽ അരുൺ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നമ്മുടെ ഓഫീസിൽ വരുന്ന ഒരാളും പാവപ്പെട്ടവനാണെന്ന കാരണത്താൽ ഒരിക്കലും അപമാനിക്കപ്പെടരുത്. അവർ അപേക്ഷയുമായല്ല, പ്രതീക്ഷയുമായാണ് ഇവിടെ വരുന്നത്. മുറിയിലുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ശ്രദ്ധയോടെ കേട്ടു. അവർക്കറിയില്ലായിരുന്നു ആ വാക്കുകൾ ഒരു പുസ്തകത്തിൽ നിന്നും പഠിച്ചതല്ലെന്ന്, അത് ജീവിതത്തിൽ നിന്നും പഠിച്ചതാണെന്ന്. 2 ആഴ്ചകൾക്ക് ശേഷം ഒരു ഔദ്യോഗിക പരിപാടിക്കായി അരുൺ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. വർഷങ്ങൾക്ക് ശേഷം അതേ പ്ലാറ്റ്ഫോം, അതേ തിരക്ക്, അതേ വിസിൽ ശബ്ദം. എന്നാൽ മാറിയതൊരാൾ മാത്രമായിരുന്നു. ഒരിക്കൽ ചായ വിറ്റ് നടന്ന ആ ബാലൻ ഇന്ന് ജില്ലാ കളക്ടറായി ആ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയാണ്. പരിപാടി കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ കാറിലേക്ക് നടക്കുമ്പോൾ അരുൺ പെട്ടെന്ന് നിന്നു. അവൻ്റെ കണ്ണുകൾ ഒരു മൂലയിലേക്ക് പതിഞ്ഞു. പഴകിയ ഷർട്ട് ധരിച്ച മെലിഞ്ഞ ശരീരമുള്ള ഏകദേശം 12 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി കയ്യിൽ ഒരു ബിസ്ക്കറ്റ് പെട്ടിയുമായി യാത്രക്കാരുടെ പിന്നാലെ ഓടുകയാണ്. സാർ, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാമോ? അവൻ്റെ ശബ്ദത്തിൽ വിശപ്പുണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. അരുൺ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു. നിന്റെ പേരെന്താണ് മോനെ? കുട്ടി ഒന്ന് ഭയന്നു. റഹീം. സ്കൂളിൽ പോകുന്നില്ലേ? റഹീം തല കുനിച്ചു. അച്ഛൻ 2 വർഷം മുമ്പ് മരിച്ചു. അമ്മയ്ക്ക് വൃക്കരോഗമാണ്. ചെറിയ അനിയത്തിയുണ്ട്. ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം കിട്ടില്ല.
ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്വന്തം കഥ തന്നെയാണെന്ന് അവന് തോന്നി. അവൻ റഹീമിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ബിസ്ക്കറ്റ് പാക്കറ്റുകളും വാങ്ങി. അരുൺ പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നമുക്ക് നിന്റെ വീട്ടിലേക്കൊന്ന് പോകാം. റഹീം അത്ഭുതത്തോടെ നോക്കി. എൻ്റെ വീട്ടിലേക്കോ? അതെ. അല്പസമയത്തിന് ശേഷം സർക്കാർ വാഹനവ്യൂഹം നഗരത്തിൻ്റെ പുറംപോക്കിലുള്ള ഒരു ചെറിയ കുടിലിന് മുന്നിൽ നിന്നു. അയൽവാസികൾ അത്ഭുതത്തോടെ പുറത്തേക്കിറങ്ങി. കളക്ടർ സാർ ഇവിടെ? എല്ലാവരും പരസ്പരം നോക്കി. റഹീമിൻ്റെ അമ്മ നസീമ വാതുക്കൽ വന്നു നിന്നു. അവൾ ഭയന്ന് കൈകൂപ്പി. സാർ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? എൻ്റെ മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഇല്ല ചേച്ചി, ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നത്. ആ ചെറിയ വീട്ടിലേക്ക് കയറുമ്പോൾ അരുണിൻ്റെ കണ്ണുകൾ നിശ്ചലമായി. ചോർന്ന മേൽക്കൂര, ഒരു പഴയ കട്ടിൽ, അരികത്തിരിക്കുന്ന മരുന്ന് കുപ്പികൾ, ഒരു മൂലയിൽ പുസ്തകവുമായിരിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി. വർഷങ്ങൾക്ക് മുമ്പുള്ള തൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് താൻ വീണ്ടും നടന്നു കയറിയതെന്ന് അവന് തോന്നി. ഒരു നിമിഷം അവന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം ജീവിതം വീണ്ടും അവനെ അതേ സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു. ഇത്തവണ സഹായം ചോദിക്കുന്ന കുട്ടിയായല്ല, സഹായം നൽകാൻ കഴിയുന്ന ഒരു മനുഷ്യനായിട്ട്. ആ ചെറിയ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ ജില്ലാ കളക്ടർ അരുണിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. റഹീമിൻ്റെ മുഖത്ത് അവൻ കണ്ടത് ഒരു അപരിചിതനായ കുട്ടിയെയല്ല, വർഷങ്ങൾക്ക് മുമ്പ് ചായക്കെറ്റിലുമായി റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ഓടി നടന്നിരുന്ന സ്വന്തം ബാല്യത്തെയായിരുന്നു. കാറിൽ കയറാൻ തുടങ്ങിയപ്പോൾ PA ചോദിച്ചു, സാർ ഓഫീസിലേക്കാണോ? അരുൺ കുറച്ചു നേരം മൗനമായി നിന്നു. പിന്നീട് പറഞ്ഞു, അല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അന്ന് വൈകുന്നേരം റഹീമിൻ്റെ അമ്മ നസീമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ മികച്ച വിദഗ്ധർ ചികിത്സ ആരംഭിച്ചു. ആവശ്യമായ മരുന്നുകളും പരിശോധനകളും സർക്കാർ സഹായനിധിയിൽ നിന്നൊരുക്കാൻ അരുൺ പ്രത്യേക ഉത്തരവിട്ടു. റഹീമിൻ്റെ അനിയത്തിയെ സമീപത്തെ സർക്കാർ സ്കൂളിൽ ചേർത്തു. റഹീമിനെ വീണ്ടും പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. വൈകുന്നേരങ്ങളിൽ പഠിക്കാൻ പ്രത്യേക അധ്യാപകനെയും ഏർപ്പെടുത്തി. എല്ലാം അതിവേഗം നടന്നു. കാരണം ഇതുപോലൊരു കൈത്താങ്ങ് തൻ്റെ ജീവിതവും മാറ്റിയെന്ന കാര്യം അരുൺ ഒരിക്കലും മറന്നിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പൊതുപരിപാടിയിൽ അരുൺ പ്രസംഗിക്കുകയായിരുന്നു. ഹാളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സാമൂഹിക പ്രവർത്തകരും ഉണ്ടായിരുന്നു. അരുൺ പറഞ്ഞു, ദാരിദ്ര്യം ഒരു കുറ്റമല്ല, അവസരം നിഷേധിക്കുന്നതാണ് ഏറ്റവും വലിയ അനീതി. ഒരു കുട്ടിക്ക് ഭക്ഷണം നൽകുന്നത് ഒരു ദിവസത്തേക്കുള്ള സഹായമാണ്, പക്ഷേ വിദ്യാഭ്യാസം നൽകുന്നത് അവൻ്റെ ജീവിതം മുഴുവൻ മാറ്റുന്ന സഹായമാണ്. ആ വാക്കുകൾ കേട്ട് ഹാളിൽ നീണ്ട കയ്യടി ഉയർന്നു. മാസങ്ങൾ കടന്നുപോയി. റഹീം വീണ്ടും സ്കൂളിൽ പോകാൻ തുടങ്ങി. അവൻ്റെ അമ്മയുടെ ആരോഗ്യവും പതുക്കെ മെച്ചപ്പെട്ടു. റഹീം ഒരു ദിവസം കളക്ടറുടെ ഓഫീസിലെത്തി. കയ്യിലൊരു ചെറിയ പൊതിയുണ്ടായിരുന്നു. അരുൺ അത്ഭുതത്തോടെ പൊതി തുറന്നു. റഹീമിൻ്റെ അമ്മ സ്നേഹത്തോടെ കളക്ടർ സാറിന് റെഡിയാക്കിക്കൊണ്ടുവന്ന ഉണ്ണിയപ്പമായിരുന്നു. ഇത് റഹീം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഇത് സാറിന് തരാൻ അമ്മ തന്നുവിട്ടതാണ്. അരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ റഹീമിനെ ചേർത്ത് പിടിച്ചു. അന്ന് രാത്രി അരുൺ തൻ്റെ വീട്ടിലെ പഴയ അലമാര തുറന്നു. അതിനുള്ളിൽ വർഷങ്ങൾക്ക് മുമ്പ് സുധാകരൻ നായർ തനിക്ക് സമ്മാനിച്ച ആദ്യത്തെ നോട്ട് ബുക്കും പേനയും ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. പിന്നീട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി സ്വയം പറഞ്ഞു, സാർ, നിങ്ങൾ ഒരിക്കൽ എന്നെ രക്ഷിച്ചു. ഇന്ന് ഞാൻ മറ്റൊരാളെ രക്ഷിക്കുന്നു. നാളെ അവൻ മറ്റൊരാളുടെ ജീവിതം മാറ്റും. മാസങ്ങൾക്ക് ശേഷം സുധാകരൻ നായർ വിരമിക്കുന്ന ചടങ്ങ് നടന്നു. വേദിയിൽ നിരവധി പ്രമുഖർ ഉണ്ടായിരുന്നു. പ്രധാന അതിഥിയായി സംസാരിക്കാൻ ക്ഷണിക്കപ്പെട്ടത് ജില്ലാ കളക്ടർ അരുണിനെ ആയിരുന്നു. അരുൺ വേദിയിലേക്ക് നടന്നു. മൈക്കിന് മുന്നിൽ നിന്നപ്പോൾ അല്പനേരം ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ശേഷം അദ്ദേഹം പറഞ്ഞു, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒപ്പിടുന്ന ഓരോ ഫയലിനു പിന്നിലും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയുണ്ട്. ഇത് ഞാൻ പഠിച്ചത് പുസ്തകങ്ങളിൽ നിന്നല്ല, എൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ അധ്വാനം മാത്രമല്ല, ഒരു മനുഷ്യൻ ഒരു ദരിദ്രനായ കുട്ടിയെ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. ഹാളിലുണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. സുധാകരൻ നായരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പരിപാടി കഴിഞ്ഞ് അരുൺ പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. സുധാകരൻ നായർ അവനെ എഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ചു. ആ ദിവസം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. കാറിൻ്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി അരുണിൻ്റെ മനസ്സിലൊരു ചിന്ത മാത്രം. ഒരു മനുഷ്യൻ ചെയ്ത ഒരു ചെറിയ നന്മ ഒരാളുടെ ജീവിതം മാത്രം മാറ്റുന്നില്ല, തലമുറകളെ മാറ്റാൻ അതിന് കഴിയും. അവൻ പതുക്കെ കണ്ണുകളടച്ചു. ഒരിക്കൽ ചായ വിൽക്കുന്ന ഒരു കുട്ടിയുടെ സ്വപ്നത്തിന് ചിറക് നൽകിയ ഒരു നല്ല മനുഷ്യൻ ഇന്ന് അതേ കുട്ടിയിലൂടെ മറ്റൊരു ജീവിതത്തിനും വെളിച്ചം നൽകി. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ നീതി. നന്മ ഒരിക്കലും നഷ്ടമാകില്ല. അതൊരു മനുഷ്യനിൽ നിന്നും മറ്റൊരാളിലേക്ക് യാത്ര ചെയ്ത് ഒടുവിൽ ഒരു സമൂഹത്തെ തന്നെ മാറ്റിമറിക്കും. സത്യസന്ധതയും കരുണയും ചേർന്നാൽ വിധിയെപ്പോലും മാറ്റി എഴുതാൻ നമുക്ക് കഴിയും.